തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരുടെ സമരം ഇന്നലെ രാത്രി ആരംഭിച്ച പണിമുടക്ക് ഇന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. ജീവനക്കാർ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചു എന്നാണ് വിവരം. തിരുവനന്തപുരത്തെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഇടപെടലും ഈ സമരം അവസാനിപ്പിക്കാൻ കാരണമായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം രാത്രി 10 മണി മുതലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാർ സമരം ആരംഭിച്ചത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ സമരം വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. നീണ്ട 16 മണിക്കൂറുകൾക്ക് ശേഷമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരുടെ സമരം അവസാനിപ്പിച്ചത്. ശമ്പള വർധന ഉൾപ്പെടെ ജീവനക്കാർ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും റീജിയണൽ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ അംഗീകരിച്ചു. തൊഴിലാളി സംഘടനാ നേതാക്കളും എയർ ഇന്ത്യ സാറ്റ്സ് അധികൃതരും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഇടപെടലിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ജീവനക്കാരുടെ ബോണസ് 1000 രൂപ വർദ്ധിപ്പിച്ച് 18,000 രൂപയാക്കി. ലോഡിംഗ് തൊഴിലാളികളുടെ ശമ്പളം 2700 രൂപയായി വർദ്ധിപ്പിച്ചു. പുഷ്ബാക്ക് ജീവനക്കാരുടെ ശമ്പള വർധനവിലും അനുകൂല തീരുമാനമുണ്ടായി. ഹൈലി സ്കിൽഡായ ഒരു വിഭാഗത്തിൻ്റെ വേതന കാര്യത്തിൽ ചർച്ചയ്ക്ക് മാനേജ്മെൻറ്റ് തയ്യാറായിരുന്നില്ല എന്നതായിരുന്നു പ്രശ്നം. റീജിയണൽ ലേബർ കമ്മീഷണർ തയ്യാറാക്കിയ മിനിറ്റിൽ യൂണിയനുകളും മാനേജ്മെൻറ്റും ലേബർ കമ്മീഷണർ ഒപ്പിട്ടു. അത്തരത്തിൽ സമരം നമ്മൾ അവിടെ വച്ച് പിൻവലിച്ചതായി അവരെ അറിയിക്കുകയും ഇവിടെ ഇപ്പം പബ്ലിക്കായി നമ്മളത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. സമരം അവസാനിപ്പിച്ച ജീവനക്കാർ അടുത്ത ഷിഫ്റ്റുകളിൽ തന്നെ ജോലിയിൽ പ്രവേശിച്ചു. നിലവിൽ വിമാനത്താവളത്തിലെ കാർഗോ വിനിമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധാരണ നിലയിലാണ്. ജീവനക്കാരുടെ അപ്രതീക്ഷിത സമരം സർവീസുകളും കാർഗോ നീക്കവും താളം തെറ്റിച്ചിരുന്നു. വിമാനത്തിൽ നിന്ന് വേഗത്തിൽ പുറത്തിറങ്ങാനാകാതെയും ലഗേജ് ലഭിക്കാതെയും കുട്ടികളും ഗർഭിണികളും അടക്കമുള്ളവർ വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടത്. സമരം ചെയ്യുക എന്നത് തൊഴിലാളികളുടെ ജനാധിപത്യപരമായ അവകാശമാണ്. പക്ഷേ ഇത്തരം സമരങ്ങൾ ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അധികൃതർ നേരത്തെ മനസ്സിലാക്കി ഇടപെട്ടാൽ ഇത്തരം സമരങ്ങൾ ഒഴിവാക്കാനാകും. AV ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല